ഹാലേലുയ. യേശുവേ നന്ദി. ഹാലേലുയ, ഹാലേലുയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളെയും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും, എല്ലാ നിയോഗങ്ങളെയും ഈ സമയം ദൈവത്തിരുസന്നിധിയിലേക്ക് അർപ്പിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധമാണ്. എല്ലാവർക്കും രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഉറക്കെ ഉറക്കെ സ്തുതിക്കട്ടെ. അധരങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികൾ സംഭവിക്കട്ടെ. അധരങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോ ദൈവമക്കളും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് ഉണരട്ടെ, വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം വന്ന് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. തിന്മയുടെ രൂപികൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. ഹാലേലുയ, 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 ഹാലേലുയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അല്പനേരം ചിന്തിക്കുന്ന ഒരു വചനഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ഹാലേലുയ, ഹാലേലുയ. യേശുവേ നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസും സീലാസും ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ നിരന്തരമായി ഇവരെ കാണുമ്പോൾ ഒരു അടിമ പെൺകുട്ടി, ഒരു അശുദ്ധാത്മാവിനെ കൊണ്ട് ഭാവി പ്രവചിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മളവിടെ കാണുന്നുണ്ട്. ഈ പെൺകുട്ടി ഇവരെ കാണുമ്പോൾ പറയുകയാണ്, ഇവർ ജീവിക്കുന്ന ദൈവപുത്രനായ യേശുവിൻ്റെ ദാസന്മാരാണ് എന്ന് എപ്പോഴും പറയുക. ഇവരിത് പറയുമ്പോൾ കൂടെ പറയുമ്പോൾ ഇത് പൗലോസിനെ ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഈ പെൺകുട്ടിയിൽ കുടികൊള്ളുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നുണ്ട്. ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇവളുടെ ശക്തി ക്ഷയിച്ചു പോയി. ഇവൾ ആരുമല്ലാതായി തീർന്നു. ഇവളുടെ ആ ബലം തീർന്നു പോയി. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നില്ല, മറിച്ച് ഒരു അശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഇവളിൽ പ്രവർത്തിച്ചിരുന്നത്. ഹാലേലുയ, ഹാലേലുയ. ആയതുകൊണ്ട് ഇവരെ ഏൽപ്പിച്ച, ഈ പെൺകുട്ടിയെ നിയോഗിച്ച ഇവളുടെ യജമാനന്മാർക്ക് അവരുടെ വരുമാനം നിലച്ചു പോകുന്നുണ്ട്. ഈ വരുമാനം നിലച്ചു പോയ അവസ്ഥയിലെത്തിയപ്പോൾ ഈ പൗലോസിനെയും സീലാസിനെയും ഇവരെ പിടിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ഇവര് അവിടെ യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളോ സങ്കടങ്ങളോ കാണിക്കാതെ അവർ ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിന് കീർത്തനം പാടിക്കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർദ്ധരാത്രിയോടടുത്ത് അവരുടെ പ്രാർത്ഥന മൂർച്ഛിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നമ്മൾ വായിക്കുന്നുണ്ട്. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങുന്നുണ്ട്. ഇവരെ ആമം വെച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നുണ്ട്. ഇവർ സ്വതന്ത്രരാക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വലിയൊരു ശക്തി കടന്നു വരുന്നുണ്ട്. ഇവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഇവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് തീർച്ചയായും ഒരു ബോധ്യമുണ്ടായിരുന്നു, ഇവർക്ക് തീർച്ചയായും ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ളൊരു ബോധ്യം ഇവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം വെച്ച് ഇവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കീർത്തനം പാടി ആരാധിച്ച് ഇവർ സങ്കടപ്പെടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതങ്ങൾ കടന്നു വന്നു. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. ഇവരെ ആമം വെച്ചിരുന്ന
പൂട്ടി ലോക്ക് വെച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, ഇവർ സ്വതന്ത്രരായി. ഇവർക്ക് കാവൽ നിന്നിരുന്ന പാറാവുകാരൊക്കെ ആകെ പരിഭ്രമിച്ചു പോയി. ഇതെന്താണ് സംഭവിച്ചത് എന്നൊരു പിടുത്തവും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഇവര് കാവൽക്കാരെ വാളൂരിക്കൊണ്ട് കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. കാരണം രാജഭരണമാണ്. ഇവര് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഇവര് കാണാതായാൽ ഇവരെ കൊന്നുകളയും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ പൗലോസും ശീലാസും പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങും പോയിട്ടില്ല, നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ ഇവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അവിടെ പറയുന്ന ഒരു വചനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ മാത്രമല്ല, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ഒരു വചനം കേട്ടപ്പോൾ അവരതിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവരെ അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയി അവരുടെ മുറിവുകളൊക്കെ തൈലം വെച്ച് പൂശി കഴുകി വൃത്തിയാക്കി മുറിവൊക്കെ ഉണക്കിക്കൊണ്ട് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇവരെ അവിടെ പാർപ്പിച്ചു, താമസിച്ചു. ഇവർ സ്നാനം സ്വീകരിക്കുന്നുണ്ട്. ഇവർ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് യേശുവിനെ പറ്റി മനസ്സിലാവുന്നത്. യേശുവിൽ വിശ്വസിച്ചപ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവനും അവൻ്റെ കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷ കർത്താവിൽ നിന്ന് മാത്രമാണ്. ഇന്ന് അനേകം ജനങ്ങൾ പറയാറുള്ളൊരു വാക്കാണ്, എല്ലാവരും വിശ്വാസികളാണ്, പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം പാതി വഴിയിൽ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കാരണം ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ പല ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരാണ്, ഞങ്ങൾ പല ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ദിവസം മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, വിശുദ്ധ ബലി മുടക്കാത്തവരാണ്, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്നവരാണ്, ഒക്കെയാണ്. പക്ഷേ എൻ്റെ പ്രാർത്ഥന പലപ്പോഴും ദൈവം കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി പറയാറായിട്ട് ചിലർ മാറാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയും, സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഈശോ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 11-ാം അധ്യായം 24-ാം തിരുവചനം, പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും നിങ്ങൾക്ക് എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ, അത് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്തൊരു കാര്യവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ഏറ്റെടുക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, 11:25 പറയുകയാണ്, അതിൻ്റെ അടിയിൽ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെന്ന് മനസ്സിൽ തോന്നിയാൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് ക്ഷമിച്ചിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അപ്പം നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് ആത്മീയ ഉപദേശങ്ങൾ കൊടുക്കുന്നവരാണ്, എല്ലാമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളുടെ വിശ്വാസം ക്ഷയിച്ചു പോവുക. നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയൊരു രോഗം വരുമ്പോൾ, ഒരു കുടുംബ തകർച്ച വരുമ്പോൾ, ഒരു കടബാധ്യത വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൽ നിന്ന് അധംപതിച്ച് പോകാറുണ്ട്, വ്യതിചലിച്ച് പോകാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഈശോയുടെ വചനം പറയുകയാണ്, ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നീ കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയിൽ വേഗത്തിൽ തിരിച്ചു വരിക, നിനക്ക് നിന്ദനം ഏൽപ്പിച്ചവൻ തന്നെ നിന്നെ നിത്യരക്ഷയിലേക്ക് നയിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളായി മാറണം. ആ ശിഷ്യന്മാർ പറഞ്ഞു, ആഴത്തിലേക്കുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവർ ഈശോയുടെ കൂടെ 3 വർഷക്കാലം ഉണ്ടായിരുന്നവരാണ്. എന്നിട്ട് പോലും പലപ്പോഴും അവരുടെ വിശ്വാസം ക്ഷയിച്ചു പോയിക്കൊണ്ടിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണശേഷം പല ശിഷ്യന്മാരും ചിന്നിച്ചതറപ്പെട്ടു. പത്രോസും കൂട്ടരും മീൻ പിടിക്കാനായിട്ട് പോയി, തോമസ് മറ്റൊരു വഴിക്ക് പോയി, 2 ശിഷ്യന്മാരെ എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ചു. പ്രിയപ്പെട്ടവരെ, അവരാകെ പരിഭ്രാന്തരായിരുന്നു. കാരണം യേശുക്രിസ്തുവിനോട് കൂടെ 3 വർഷം ഉണ്ടായിരുന്നിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല, അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല അവർക്ക്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ പല നിരാശകൾ വന്നു പെടാറുണ്ട് നമുക്കൊക്കെ. കാരണം പല പ്രതിസന്ധികൾ വരുമ്പോൾ, ചെറിയൊരു രോഗം വരുമ്പോൾ പോലും നമ്മൾ പിറുപിറുപ്പായിട്ട് മാറാറുണ്ട്. കാരണം ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എത്രമാത്രം ജപമാല ചൊല്ലുന്നവനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഈ രോഗം വന്നല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഏത് അവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നമ്മൾ ആർക്കും വേണ്ടാത്തവനായിക്കൊള്ളട്ടെ, നമ്മൾ ആരും അംഗീകരിക്കാത്തവനായിക്കൊള്ളട്ടെ, നമുക്ക് ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ മുൻപിലേക്ക് സലണ്ടറായി കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഏറ്റെടുക്കും. അവിടുന്ന് വചനം പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ,
അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. നമ്മളെ പെരുവഴിയിൽ ഇട്ടു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മുടെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ അത്രമാത്രം ആഴത്തിലേക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന ഒരു സൃഷ്ടാവാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ സ്നേഹം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നമ്മൾ ആഴത്തിലേക്കുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണരായി മാറുന്നത്. ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുകയും ചെറിയ ചെറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ നമ്മൾ അപ്രത്യക്ഷമായ എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് ഓടി അകന്ന് പോകാറുണ്ട്. പലപ്പോഴും ഓടി അകന്ന് പോവുക, ഉപേക്ഷിക്കുക, വിശ്വാസം ഉപേക്ഷിക്കുക. ഞാൻ പ്രാർത്ഥന നിർത്തി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നവർ പോലും എനിക്കറിയാം. അങ്ങനത്തെ ആൾക്കാരെ പോലും എനിക്കറിയാം. കാരണം അവരുടെ വിശ്വാസം ആഴത്തിലുള്ള വിശ്വാസമല്ല. അവരുടെ വിശ്വാസം ആഴത്തിലുള്ള വിശ്വാസമല്ല. ചെറിയ ഒരു കണിക പോലും വിശ്വാസമുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, ഒരു വചനമാണ്. നിങ്ങൾക്ക് ഒരു കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചെന്ന് അപ്പുറത്ത് മാറി കടലിലേക്ക് ചെന്ന് പതിക്കാനും പറഞ്ഞാൽ അത് അനുസരിക്കുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ. പക്ഷേ എനിക്കും നിങ്ങൾക്കും അത് സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ വിശ്വാസക്കുറവാണ്. നമ്മുടെ വിശ്വാസക്കുറവാണ്. അബ്രാഹാം പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് 22-ാം അധ്യായത്തിൽ അബ്രാഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. 75 വയസ്സ് പ്രായമുള്ളപ്പോൾ മക്കളിലായിരുന്ന അബ്രാഹാം സാറ ദമ്പതിമാർക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് പറയുകയാണ്, അടുത്ത വസന്തകാലത്ത് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കും. അവരത് വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ. അതൊരു ദൈവസ്വരമായിട്ട് അവർ വിശ്വസിച്ചു. 25 നീണ്ട വർഷക്കാലം അവർ കാത്തിരുന്നതിന് ശേഷമാണ് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. അവർക്ക് ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഈ കുഞ്ഞിനെ പോലും ദൈവം തനിക്ക് വേണ്ടി മോറിയ മലയിൽ കൊണ്ടുപോയിട്ട് ഒരു ബലി കഴിക്കുവാനായിട്ട് അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ എന്താ പറയുക, ഞാൻ ആലോചിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെ, ദൈവം എന്തായി ചോദിക്കുന്നത്? നീ ഇത്രയും വയസ്സും പ്രായമായിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി, വീണ്ടും അത് നിനക്ക് വേണ്ടി ബലി കഴിക്കാനായിട്ട് നീ തിരിച്ചു ചോദിക്കുന്നു. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും. പക്ഷേ അബ്രാഹാം അവിടെ യാതൊന്നും തർക്കിക്കാനോ ആലോചിക്കാനോ നിന്നില്ല പ്രിയപ്പെട്ടവർ. അബ്രാഹാം പറഞ്ഞു, ഞാൻ റെഡി. ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ മലയിലെ മുകളിലേക്ക് 2 ഭൃത്യന്മാരെയും കഴുതയെയും വിറകും കത്തിയുമായിട്ടൊക്കെ നടന്നു പോകുന്ന ഒരു രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ പോണ വഴിയിൽ ഈ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, പിതാവേ, വിറകും കത്തിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ ഒന്നും മാത്രമില്ല, ബലിവസ്തു എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹാം പറയുന്നുണ്ട്, മകനെ, ആ സമയത്ത് അത് നമുക്ക് ദൈവം തരുമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ വലിയൊരു അത്ഭുതം ഈശോ ചെയ്തു. ഈ കുട്ടിയെ വിറകുമേൽ അടക്കി വെച്ച് കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടി ബലി കഴിക്കാനായിട്ട് കത്തിയെടുത്ത് കഴുത്ത് മുറിക്കാൻ പോകുന്ന അവസരത്തിലാണ് അവിടെ വലിയൊരു അത്ഭുതം നടന്നത്. കുട്ടിയുടെ ദേഹത്ത് കൈവയ്ക്കരുത്, നിന്റെ വിശ്വാസം എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അവിടെ. അതിന് പകരമായി ഒരു മുട്ടാടിനെ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്, ബലി കഴിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യാശയുള്ള മക്കളായി തീരണം. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് പ്രത്യാശ വേണം, നമുക്ക് പ്രതീക്ഷ വേണം. കാരണം എന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹെബ്രായർ ലേഖനം 13:8 പറയുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്, മാറ്റമില്ലാത്തവനാണ്. ഈശോയ്ക്ക് മാറ്റമില്ല. അവൻ മരിച്ച് കല്ലറയിൽ കിടക്കുന്നവനല്ല, അവൻ മണ്ണിനടിയിൽ കിടക്കുന്നവനല്ല, അവൻ ഉദ്ധാനം ചെയ്തു പോയ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവനെല്ലാം സാധ്യമാണ്. നമ്മുടെ വേദനകളും നമ്മുടെ നിരാശകളും നമ്മുടെ കടബാധ്യതകളും രോഗാവസ്ഥകളും ഒക്കെ ക്ഷണനേരം കൊണ്ട് മാറ്റി തരുവാൻ ശക്തനായ ദൈവമാണ് അവൻ. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും വിശ്വാസമില്ലാതായി പോവുക. എനിക്കത് സാധിക്കുമോ, എനിക്കത് നടന്നു കിട്ടുമോ എന്നുള്ള പല കാര്യങ്ങളാലും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയും, തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. യോഹന്നാന്റെ സുവിശേഷം 11:40 പറയുന്നുണ്ട്, മർത്ത, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. വീണ്ടും പറയുന്നുണ്ട് ഹെബ്രായർ ലേഖനം 11:6, വിശ്വാസം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു വ്യക്തിയെ
വഴി നടത്തുന്നത് വിശ്വാസം മൂലമാണ്. ഈ വിശ്വാസത്തിലേക്കാണ് നാം ജീവിക്കേണ്ടത്. വിശ്വാസം കൂടാതെ നമ്മൾ എത്രമാത്രം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ചാലും എൻ്റെ ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും നടന്നു കിട്ടാൻ പോകുന്നില്ല. കാരണം നമുക്ക് വിശ്വാസമില്ല. നമ്മൾ പലപ്പോഴും പാറപ്പുറത്ത് വീണ വിത്തായി മാറാറുണ്ട്. അടിയുറച്ചൊരു ബോധ്യം, അടിയുറച്ചൊരു വിശ്വാസം നമുക്കില്ലാതായി പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. എനിക്കൊരു കഴിഞ്ഞ കാലത്തെ ഒരു ജീവിതം എനിക്കുമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒട്ടും ദൈവത്തിൽ വിശ്വസിയായിരുന്നില്ല. ദൈവം എന്ന് കേൾക്കുമ്പോൾ പോലും എനിക്ക് അസ്വസ്ഥതയായിരുന്നു. ഞാനൊരു താന്തോന്നിയായി നടന്നിരുന്ന എൻ്റെ ജീവിതകാലം എനിക്കുമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, 2009 ഞാൻ ദൈവത്തെ തിരിച്ചറിയുന്നത്. 2009 ഒരു ധ്യാനത്തിൽ വെച്ചാണ് പരിശുദ്ധാത്മാവ് എന്നെ ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ തൊടുന്നത്, സ്പർശിക്കുന്നത്. എനിക്ക് യാതൊന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. കുരിശടയാളം പോലും നെറ്റിയിൽ മുദ്ര ചെയ്ത് വരയ്ക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും ദുഃഖവെള്ളിയാഴ്ചകളിൽ പോലും പള്ളിയിൽ പോകാതെ, വിശുദ്ധ ബലിക്ക് പോകാതെ ഞാനൊരു തന്യഷ്ടക്കാരനായി ജീവിച്ച കാലങ്ങളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പക്ഷേ കഴുതയായ എന്നെയും ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ദൈവം എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എളിയവനായ എന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു കഴിവല്ല, എനിക്കൊരു കഴിവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ഇത് എല്ലാവർക്കും ദൈവം ദാനമായി കൊടുക്കുന്ന ഒരു കൃപയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസികളായിട്ട് മാറണം. എൻ്റെ ദൈവം എനിക്കിത് തരുമെന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉള്ളിലുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. എൻ്റെ വഴിവിട്ട ജീവിതം, ഏറെ നാൾ ഞാൻ അങ്ങനെ ഒത്തിരി അസ്വസ്ഥത പിടിച്ച ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി പോലും ഡൈവോഴ്സിന് തയ്യാറായി, എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായി. നാട്ടുകാരും വീട്ടുകാരും എല്ലാം എന്നെ തിരസ്കരിച്ചു, എന്നെ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പെടുത്തു. ആർക്കും ഞാൻ വേണ്ടാത്ത ഒരു പാഴ് ജന്മമായി മാറി. ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ കൂകി വിളിക്കാനും വാതിലടയ്ക്കാനും എന്നെ ഒരു കാഴ്ചവസ്തു പോലെ നോക്കുവാനായിട്ട് തുടങ്ങിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2009 മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോയത്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. മറ്റുള്ളവരുടെ നിർബന്ധനത്തിന് വഴങ്ങിക്കൊണ്ട് ഞാൻ 5 ദിവസത്തെ ഒരു ധ്യാനം താമസിച്ചു കൂടി. അതിൽ 3 ദിവസക്കാലം എനിക്ക് ഇരിക്കാനോ നിൽക്കുവാനോ ഒന്നും പറ്റാറില്ല. കാരണം ഭയങ്കര അസ്വസ്ഥതയാണ്. കാരണം എൻ്റെ വഴിവിട്ട ജീവിതമായിരുന്നു. എൻ്റെ വഴിവിട്ട ജീവിതം മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ എന്നെ പരിശുദ്ധാത്മാവ് ധ്യാനത്തിലൂടെ തൊട്ടു. 3-ാം ദിവസത്തിൽ എൻ്റെ ഉള്ളിലേക്ക് അന്നൊരു വചനം തന്നു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഒരു ആത്മീയ സന്തോഷം കടന്നു വന്നു. എന്താണെന്ന് എനിക്കറിയില്ല, കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയത്തിലേക്കൊരു ആനന്ദം കർത്താവ് പകർന്നു തന്നു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം എൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വന്നു ചേർന്നു. ഞാനാകെ അസ്വസ്ഥനായിരുന്ന എന്നിലേക്ക് ഒരു ആനന്ദം കടന്നു വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷവാനായി മാറി. ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് അന്ന് തന്നെ വചനത്തിൽ ഒരു വചനം തരികയുണ്ടായി ധ്യാനത്തിൽ വെച്ച്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായം 10-ാം തിരുവചനം. ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. നീ നിന്റെ വായ് തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനം. ഈജിപ്റ്റ് ദേശത്ത് നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. നീ നിന്റെ വായ് തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം. എനിക്കൊന്നും മനസ്സിലായില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ധ്യാനം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വന്നു. 2 മാസക്കാലം ഞാനിത് ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ പള്ളിയിൽ പോക്ക് തുടങ്ങി, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി, ഞാൻ വചനം വായിക്കാൻ തുടങ്ങി, ഞാൻ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. എനിക്ക് കർത്താവ് ഒരു ബോധ്യം തന്നു. ഞാൻ ഒരു അടിമത്തത്തിലായിരുന്നു. ഞാൻ എന്തെൻ്റെ അടിമത്തത്തിലായിരുന്നു? ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതുപോലെ ഞാൻ വലിയൊരു അപകടത്തിലായിരുന്നു. ഞാൻ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ 2 പാക്കറ്റ് ക്യാൻസർ ദിവസം ഉപയോഗിച്ചവനായിരുന്നു. കള്ളും ചാരായവും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചവനായിരുന്നു. അപ്പം ആ ഒരു അടിമത്തത്തിൽ നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. ഹാലേലുയ്യ, ഹാലേലുയ്യ. ആ അടിമത്തത്തിൽ നിന്ന് ഈശോ എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അടിമത്തം വിട്ടുപോയി, ഞാൻ സ്വതന്ത്രനായി. ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയിട്ട് ദൈവവചനം പങ്കുവച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുമെന്നാണ് റോമാലേഖനം 10:12 പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായാലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായാലും
ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിന്നെ വേണം. ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ പരിപാലിക്കുന്നു. ആരൊക്കെ എന്നെ വെറുത്തോട്ടെ, ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞോട്ടെ, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു കൊള്ളട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ എമ്മൗസിലേക്ക് പോയി 2 ശിഷ്യന്മാര് മ്ലാനവതരായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. കാരണം അവർ പരിഭ്രാന്തരായി, അവരുടെ കണ്ണുകൾ അന്ധമാക്കപ്പെട്ടു, മൂടപ്പെട്ടു. കാരണം അവർ ആത്മീയ അന്ധത അവരെ ബാധിച്ചു, സുബോധം നഷ്ടപ്പെട്ടു, അവര് ഇടയിനില്ലാതെ ചിതറിപ്പോയി. പക്ഷെ ഇവരുടെ പിന്നാലെ നടക്കുന്ന ഒരു ഈശോയെ നമ്മൾ അവിടെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവര്. അവർ ഈശോയെ ക്ഷണിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വസിച്ചാലും. ഈശോ അവരുടെ ഭവനത്തിലേക്ക് കയറുന്നു, അവിടെ വസിക്കുന്നു. അപ്പം എടുത്ത് ആശീർവദിച്ച് ഇവർക്ക് കൊടുത്തപ്പോൾ ഇവരുടെ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടുന്നുണ്ട്. ഇവർ തിരിച്ചറിഞ്ഞു, ഇത് ഈശോയാണെന്ന് തിരിച്ചറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം, മകനെ മകളെ അതല്ല വഴി, ഇതാണ് വഴി എന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും പിന്നാലെ നടക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയുന്ന ഒരു ദൈവം, ഞങ്ങൾ സങ്കടപ്പെടുമ്പോൾ നമ്മുടെ കൂടെ സങ്കടപ്പെടുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. കാരണം അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ആർക്കും വേണ്ടാതിരുന്ന എന്നെ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഞാൻ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഒത്തിരി മക്കൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി ശുശ്രൂഷകൾ എന്നെ കൊണ്ട് ഈശോ ചെയ്യിപ്പിക്കുന്നുണ്ട്. എൻ്റെ യോഗ്യതയാണോ പ്രിയപ്പെട്ടവരെ? എനിക്കൊരു യോഗ്യതയുമില്ല, എനിക്കൊരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ, ഫിലിപ്പി 4:13 പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവനോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവ് ശക്തിപ്പെടുത്തിയാൽ, കർത്താവ് ഒരു വ്യക്തിയെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ശക്തനാവും. ഇത് ലോകം തരുന്ന ശക്തതയല്ല. ലോകം നമ്മൾ എത്രമാത്രം ഉയർത്തിയാലും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താനെ കിഴപ്പോട്ട് വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ദൈവം ഒരു യോഗ്യതയും കൂടാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം, നിന്നെ വളർത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മുടെ ദൈവം ഏറ്റെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 6:33 ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എന്താണ് അവിടുത്തെ രാജ്യം? സ്വർഗരാജ്യം. എന്താണ് അവിടുത്തെ നീതി? ദൈവനീതി. ഇത് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ മറ്റുള്ളതിൻ്റെ പിറകെ ഓടാതെ ദൈവത്തിൻ്റെ പിറകെ ഓട്. നമ്മൾ അവിശ്വാസികളുടെ പോലെ ആവാതെ വിശ്വാസികളായി മാറ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം ഈ മകന് എന്ത് വേണം, ഈ മകൾക്ക് എന്ത് വേണം, എന്താണ് അവളുടെ ആവശ്യം. യഥാസമയം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. നമ്മളൊരൊറ്റ കാര്യം മാത്രമേ ചെയ്യണ്ടോ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, വലിയൊരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ ആഴപ്പെട്ട് ജീവിക്കേണ്ടത്. ആഴത്തിലേക്കുള്ളൊരു വിശ്വാസം നമ്മളിലേക്ക് ജനിക്കണം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 9-ാം തിരുവചനം, 10-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം പറയുന്നുണ്ട്, യേശു കർത്താവാണെന്ന് നീ അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുവൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിലാണ്, യേശുവിന് സ്ഥാനമുണ്ടെങ്കിലാണ് അത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അധരത്തിലൂടെ അവന് പറയാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവന് വെറുതെ പിന്നെ ഇരിക്കാനായിട്ട് പറ്റില്ല. കാരണം അവൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം, അവൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തീക്ഷ്ണതയുള്ളവനായി അവൻ മാറും. കാരണം എന്താ? അത്രമാത്രം ദൈവം അവനെ സ്നേഹിക്കുന്നു. അവൻ ആർക്കും വേണ്ടാത്തവനായിരുന്നു. അവന് ദൈവം കൃപ നൽകിയപ്പോൾ അവൻ അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ രാജ്യം വളരുക. ദൈവരാജ്യം വളരണമെങ്കിൽ ആദ്യം നമ്മളൊരു നിറഞ്ഞ കൽഭരണികളായി മാറണം. ഞാൻ അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരും മാനസാന്തരത്തിലേക്ക് കടന്നു വരും. അങ്ങനെയാണ് ദൈവരാജ്യം വിസ്തൃതിയാവുന്നത്. അതിന് നമ്മൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി മാറും. പലപ്പോഴും നമ്മുടെ വിശ്വാസക്കുറവാണ് നമ്മൾ യാതൊരു സ്ഥലത്തും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ പോകുന്നത്. എനിക്കത് കിട്ടുമാവോ, ഇനി ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തായി തീരുവാവോ, നമുക്ക് എപ്പോഴും
ഒരു പിന്നീന്നുള്ളൊരു പിടിച്ചുവലിയായിട്ട് മാറാറുണ്ട്. അടിയുറച്ചൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ പലപ്പോഴും എത്താറില്ല. ഈ ഒരു വിശ്വാസം നമ്മളിലേക്ക് വീണ്ടും ജനിക്കണം. ഒരു വീണ്ടും ജനനം നമ്മളിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയായി മാറുക. വിശ്വാസം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വെറുതെ നമുക്ക് കുറേ പ്രാർത്ഥിക്കാം, കുറേ ജപമാല ചൊല്ലാം, പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു തരി വിശ്വാസമില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ ദൈവം എനിക്കത് ചെയ്തു തരും എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിലില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ നിഷ്ഫലമായി പോകും. കാരണം എന്താ? ഞാൻ അല്പവിശ്വാസിയാണ്, എനിക്കൊരു വിശ്വാസവും ഇല്ല. പക്ഷെ അങ്ങനെ ആവരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിശ്വാസത്തിലേക്ക്, ആഴപ്പെട്ട ഒരു വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലണം. എന്നെയും നിങ്ങളെയും ആവശ്യമുള്ള ഒരു ദൈവമുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ദൈവം 2 കരങ്ങൾ നീട്ടി സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ ധൂർത്തപുത്രൻ തിരിച്ചു പോയത് നമുക്കറിയാം. ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ ധൂർത്തപുത്രൻ്റെ ഉപമ. തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് ഓഹരി വാങ്ങിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ഒരു ദൂരയാത്ര പോകുന്നുണ്ട്. അവൻ്റെ പൈസയെല്ലാം തീർന്നു, അവൻ്റെ സമ്പത്തെല്ലാം തീർന്നു, അവൻ ദരിദ്രനായി മാറി. പന്നികൾക്ക് കൊടുക്കുന്ന തവിട് പോലെ അവന് കിട്ടാതെയായി വന്നപ്പോൾ അവനൊരു സുബോധം ഉദിച്ചു. അവൻ്റെ ബുദ്ധി തെളിഞ്ഞു കിട്ടി, അവൻ്റെ അന്ധത മാറി. അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ പക്കൽ എത്രയോ ദാസീദാസന്മാര് സുഭിക്ഷമായി അധ്വാനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സുഖമായി ജീവിക്കുന്നു. ഞാൻ എന്തിനാണ് ഈ പന്നികളുടെ ഇടയിൽ ആർക്കും വേണ്ടാത്തവനായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്നു? അവന് സുബോധം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? തിരിച്ചു നടന്നു. അവൻ തിരിച്ചു നടന്നപ്പോൾ ദൂരെ നിന്ന് തൻ്റെ മകനെ കണ്ണും നട്ടുകൊണ്ട് ഇരുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു. അകലിൽ നിന്ന് തന്നെ തൻ്റെ പിതാവ് ഈ മകനെ കാണുന്നുണ്ട്. ഓടിച്ചെന്ന് അവൻ്റെ വേഷങ്ങളോ കൂറ പിടിച്ച വസ്ത്രങ്ങളോ ഒന്നും നോക്കാതെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നുണ്ട്. ഭൃത്യന്മാരോട് പറയുന്നുണ്ട്, മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ടുപോയോ, മോതിരം കൊണ്ടുപോയോ, ചെരുപ്പ് കൊണ്ടുപോയോ, അവൻ ഇടിയിക്ക്, കാണാതായതിനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ ധൂർത്തപുത്രൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, വലിയൊരു അനുതാപം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. വലിയൊരു അനുതാപം അവിടെ നടക്കുന്നുണ്ട്. ഈ പിതാവിനോട് ഈ ധൂർത്തപുത്രൻ പറയുന്നുണ്ട്, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ വലിയ പാപം ചെയ്തു പോയി. മേലിൽ അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി ഒരിക്കലും യോഗ്യനല്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തു പോയി. എൻ്റെ പുത്ര സ്വീകാര്യ ആ സ്ഥാനം പോയി. അങ്ങയുടെ പുത്രനല്ല ഞാൻ ഇനി. പക്ഷേ ഈ ഭൃത്യന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പിതാവ് തൻ്റെ മകനെ അവിടുന്ന് വീണ്ടെടുക്കുന്നുണ്ട്. നല്ലൊരു ജീവിതത്തിലേക്ക് ആ മകൻ വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആഗ്രഹിക്കണം. എൻ്റെ ദൈവത്തെ വിട്ട് നമ്മൾ എവിടെ പോയാലും, എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ എവിടെ പോയാലും നമ്മൾക്ക് ഒരിക്കലും രക്ഷ കിട്ടില്ല. കാരണം അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള ഏകനാമം യേശുനാമം മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന് മാത്രമാണ് നമ്മളൊക്കെ രക്ഷിക്കാനായിട്ടുള്ള കഴിവുള്ള ദൈവം. 33 കോടി ദേവന്മാരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ദൈവം പോലും, അവരുടെ വിജാതിയുടെ ഒരു ദൈവം പോലും ഇന്ന് ഉയർത്തെഴുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. ഞാനും നിങ്ങളും ആ യേശുക്രിസ്തുവിനോട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും സങ്കടം അവൻ ഏറ്റെടുക്കും. എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് അവൻ ഏറ്റെടുക്കും. എന്താണ് നിൻ്റെ ആവശ്യം? കുഞ്ഞെ, നീ എന്തിനാണ് കരയുന്നത്? എന്താണ് നിൻ്റെ പരാതി? എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? നമ്മുടെ ഒപ്പം വേദനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു തിരിച്ചറിവിലേക്ക് എത്തണം. വിശ്വാസത്തിലൂടെ നമ്മൾ വളർന്നു വലുതാവണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഞാൻ എൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലാത്ത ജീവിതകാലം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പല മദ്യപാനികളുടെ കൂടെ, പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കൂടെ കുത്തഴിഞ്ഞൊരു ജീവിതത്തിലൂടെ നടന്നു പോയ കാലങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്തവനായി ഞാൻ മരിക്കാൻ പോലും തയ്യാറായ ദിവസങ്ങളുണ്ടായിരുന്നു. 2 വട്ടം ഞാൻ മരിക്കാനായിട്ട് പോയി. അതിൽ നിന്നെല്ലാം കർത്താവിനെ അത്ഭുതകരമായി രക്ഷിച്ചു കൊണ്ടുവന്നു. കാരണം എന്താ? എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. എന്നെ കർത്താവിന് വേണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ യോഗ്യതകളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല, പക്ഷേ എന്നെ ആവശ്യമുണ്ട്. അവിടെ വചനം പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം തിരുവചനം, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മ മറക്കുമോ? പുത്രനോട് അമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അങ്ങനെ തന്നെ വന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം.
എൻ്റെ വിശ്വാസം വർദ്ധിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി തീരണം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് 4-ാം അധ്യായം 8-ാം തിരുവചനം, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ ദൈവവും നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഒരു ചേർന്ന് നിൽക്കൽ. ഈ തടിവൃക്ഷത്തോട് അതിൻ്റെ ശിഖരങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് പോലെ, ഒരു മാവിനോട് അതിൻ്റെ കൊമ്പുകൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, ആഴത്തിലേക്കുള്ള ഒരു വിശ്വാസത്തിലേക്ക് ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്നെ ഒരു വലിയ വിശ്വാസത്തേക്ക് മാറ്റണമേ, എൻ്റെ എല്ലാ ദുശീലങ്ങളും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ, വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, കഠിന പാപികൾക്ക് മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, ഓരോ ദൈവ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, മദ്യപാനത്തിൻ്റെ ആസക്തികൾ വിട്ടുപോകട്ടെ, പുകവലിയുടെ ആസക്തികൾ വിട്ടുപോകട്ടെ, ജടിക ആസക്തികൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, സാത്താൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിക്കണമേ കർത്താവെ. ആത്മാവിൻ്റെ വലിയ ശക്തി ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ, ഈ സമൂഹത്തിലേക്ക് അനേകം മക്കളെ സ്പർശിക്കണമേ, അനേകം മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ അരൂപികൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.